ലോകമെമ്പാടുമുള്ള സി കേരളത്തിന്റെ പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. വൺസ് അഗൈൻ ലെറ്റ്സ് വെൽക്കം എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ബോയിങ് ബോയിങ്. ഒരു TV പ്രോഗ്രാംസ് ഒരുപാട് എപ്പിസോഡുകൾ പിന്നിടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അതുപോലെ തന്നെ ഒരു സിനിമ 100 ദിവസം തിയേറ്ററിൽ വൻ ഹിറ്റായിട്ട് ഓടുമ്പോഴും സന്തോഷമാണ്. അപ്പോൾ അവിടെ മാത്രമാണ് ദിവസങ്ങൾ കൂടുന്നതിന് അല്ലെങ്കിൽ പ്രായം കൂടുന്നതിന് സന്തോഷം തോന്നുന്ന സമയം. അതുപോലെ ഒരു സന്തോഷത്തിന്റെ സെലിബ്രേഷന്റെ നിമിഷമാണ് ഇന്നത്തെ എപ്പിസോഡിൽ വരാൻ പോകുന്നത്. കാരണം നമ്മുടെ ബോയിങ് ബോയിൽ 30 ദിവസം നമ്മൾ പിന്നിടുകയാണ്. 30ാമത്തെ ദിവസം സെലിബ്രേഷനിലെ മൂഡിലാണ് നമ്മൾ നിൽക്കുന്നത്. ബോയിങ് ബോയിങ്ങിന്റെ 30ാമത്തെ ബ്രാൻഡ് ന്യൂ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൂരജ്, 30 ദിവസം ആകുമ്പോൾ സന്തോഷം, നമ്മുടെ ആഘോഷത്തിന് എല്ലാ പ്രേക്ഷകരും അക്സെപ്റ്റ് ചെയ്തു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആൾക്കാർ എല്ലാവരും എൻജോയ് ചെയ്യുന്ന ഒരു TV പ്രോഗ്രാമാണ് ബോയിങ് ബോയ്. ഞാനത് വിളിച്ചു നോക്കുകയാണെ 30 × 6 ഏതാണ്ട് 180 കണ്ടസ്റ്റൻസ് ഇവിടെ വന്നു പോയി. 180ഓളം ആൾക്കാർ ഇവിടെ മത്സരിക്കാൻ എത്തിക്കഴിഞ്ഞു. ഇനിയും എത്രയോ 100 കണക്കിന് ആൾക്കാർ എത്താനും ഇരിക്കുന്നു. ഇനി 30 അല്ല, ഇതിലൊന്നും അവസാനിക്കുന്നില്ല ഈ ആഘോഷം. ഇത് ഇങ്ങനെ തുടങ്ങിക്കൊണ്ടേയിരിക്കും. കൂടെ നിങ്ങളുണ്ടാകുന്ന വിശ്വാസത്തോടു കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത്. സൂരജ്, ഇന്നത്തെ എപ്പിസോഡിൽ വരുന്ന ആൾക്കാരെ കുറിച്ച് വല്ല ധാരണയുണ്ടോ? എനിക്ക് കുറച്ച് ധാരണകളൊക്കെ ഉണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്റെ ടീമിൽ വന്ന ചില ആൾക്കാരെ നീ റാഞ്ചി എടുത്തിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഞാൻ കണ്ടു. പക്ഷെ അവര് പുതിയ മത്സരം വന്നപ്പോൾ അവർക്ക് തന്നെയാണ് ഒരു താല്പര്യം, ഇനിഷ്യേറ്റീവ് എടുത്ത് അവര് പറഞ്ഞു ഈ റാഞ്ചിലൊന്നും അത്ര നല്ലതല്ല. പക്ഷേ അതിന് കട്ടക്ക് നിൽക്കാൻ പറ്റുന്ന വേറെ ടീമുമായിട്ടാണ് ഞാനും വന്നിട്ടുള്ളത്. നീ വന്നിട്ടുള്ളത്. പക്ഷെ അവര് വന്നിട്ടുള്ള ആൾക്കാരാണോ? അല്ലല്ല, അവർ വന്നിട്ടുള്ള സെലിബ്രിറ്റീസ് ആണോ? അവർ സെലിബ്രിറ്റീസ് തന്നെയാണ്. ഏതെങ്കിലും രീതിയിൽ അവർ സെലിബ്രിറ്റീസ് തന്നെയാണ്. അവരുടെ സെലിബ്രിറ്റിസം എന്താണെന്നൊക്കെ ഉള്ളത് വഴിയെ പറയാം. 30ാമത്തെ എപ്പിസോഡ് അപ്പൊ തകർക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഓക്കെ, റെഡി? നമുക്ക് അപ്പം എന്തായാലും തീർച്ചയായിട്ടും ഈ പൊളിക്കാൻ പോകുന്ന എപ്പിസോഡിൽ നമുക്ക് നമ്മുടെ കണ്ടസ്റ്റൻസ് നമുക്ക് ആദ്യം പരിചയപ്പെടാം. ലെറ്റ്സ് വെൽക്കം ദ ബ്യൂട്ടിഫുൾ ഗേൾസ് ഫ്രം ടീം എ ആൻഡ് ടീം ബി. നമുക്ക് ആദ്യം പരിചയപ്പെടാം പൂജിത. ഹലോ പൂജിതക്ക് അങ്ങനെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നോ? അന്ന് വന്ന സമയത്ത് എന്റെ ടീമിൽ നിന്ന് ഇവന്റെ ടീമിലേക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നോ? തോന്നുന്നുണ്ടോ? ഇല്ല അല്ലെ? ചുള്ളനുള്ളപ്പോ എങ്ങനെ അങ്ങോട്ട് പോകും? മുത്തേ, പിന്നെ നീ എന്തിനാ അങ്ങോട്ട് പോയേ? മുത്തേ, എല്ലാവർക്കും വേണ്ട ഒരു ചാൻസ്. അതുകൊണ്ട് അവനൊരു ചാൻസ് കൊടുത്തതാണ്. അങ്ങനെ അധികം ചാൻസ് കൊടുക്കുന്നത് നല്ലതല്ല കേട്ടോ. ഇന്നിപ്പോ എന്തായാലും എന്റെ ടീമിലാണ് പൂജിത ഉള്ളത്. അപ്പൊ എന്തായാലും തുടക്കത്തിൽ തന്നെ നമ്മളെ ടീമിനെ ഡൗൺ ആക്കണോ? മറ്റുള്ളവർക്ക് അങ്ങനെ അധികം ചാൻസ് നല്ലതല്ല. സൂരജ്, പൂജിത രണ്ടാമതും വരുമ്പോ കാണുന്ന പ്രേക്ഷകർക്ക് ഭയങ്കര ഒരു ആഗ്രഹം. കാരണം അന്ന് വന്നപ്പോ ഒരു ലവ് ടിപ്പ് ഒക്കെ കൊടുത്തിട്ടാണ് പോയത്. കാരണം അന്ന് പറഞ്ഞത് ഇന്റൻസ് ആയിട്ട് എന്തിനാണ് സ്നേഹിക്കുന്നത്, അതിനെ ഇന്റൻസ് ആയിട്ട് സ്നേഹിക്കണം എന്നാ പറഞ്ഞത്. ഇന്നും എന്തായാലും കാണുന്ന പ്രേക്ഷകർ ബോയ് മോയിൽ പൂജിതയുടെ ഭാഗത്തു നിന്ന് ഒരു ലവ് ടിപ്പ്, അന്നത്തെ ലവ് ടിപ്പ് കേട്ടതിന്റെ ക്ഷീണം എനിക്ക് നന്നായിട്ട് ഇരിക്കുന്ന ലവ് ടിപ്പ് ഒക്കെ കേട്ടിട്ട്. പക്ഷേ ഇനിയും വരും വന്നിരിക്കല നല്ലൊരു സർപ്രൈസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്റെ അപ്പുറത്തെ വീട്ടിലത്തെ ചേച്ചിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പുറത്തെ വീട്ടിലെ ചേച്ചി, എന്താ ചേച്ചിയുടെ പേര്? നിങ്ങൾക്ക് വേണ്ടി ലവ് ലെറ്ററും കൂടെ എന്നെ കൊടുത്തയച്ചിരിക്കുന്നു. നിങ്ങൾക്ക് രണ്ടും കൂടി ഒരെണ്ണം. എസ്പെഷ്യലി സെക്കൻഡ് ടൈം വരുന്നു പറഞ്ഞപ്പോ നിങ്ങളെ കാണാനുള്ള ആഹ്ലാദം കാരണം ഈ കത്തിലെ എല്ലാ വികാരങ്ങളും എഴുതിയിട്ടുണ്ട്. വികാരങ്ങൾ കത്തിലോ? എന്തായാലും കാരണം ഇങ്ങനത്തെ ലവ് ലെറ്റേഴ്സ് ഒക്കെ വായിക്കാൻ പറ്റിയ ആള് പൂജിത തന്നെയാണ്. പൂജിത, ഒരു വികാരമുള്ള കത്തിലേക്ക് പ്രേക്ഷകരുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. വായിച്ചോട്ടെ. ഞങ്ങൾക്ക് വികാരം വേണോ? ഡിയർ ബോയിങ് ബോയിങ് ടീം, ഷോ സൂപ്പറായി പോയിക്കൊണ്ടിരിക്കുന്നു. ഗെയിംസ് എല്ലാം വളരെ സൂപ്പർ. വരുന്ന കണ്ടസ്റ്റൻസ് അതിലും സൂപ്പർ. ഇതിൽ ആകെ കൂടി ഒരു പ്രോബ്ലം ഇതിലത്തെ ആങ്കേഴ്സ് ആണ്. അയ്യോ, ലവ് ലെറ്റർ ആണോ ലവ് ലെറ്റർ? രണ്ടുപേരുടെയും വിചാരം മോഹൻലാലും മമ്മൂട്ടിയും ആണെന്നാണ്. ആണോ? അങ്ങനെ വിചാരമുണ്ടോ? ഞങ്ങൾ വിചാരിച്ചിട്ടില്ലല്ലോ. ദയവായി അവരെ കൊണ്ട് ഇംഗ്ലീഷ് പറയിപ്പിക്കരുത്. മലയാളം തന്നെ ബോറായിട്ടാണ് പറയുന്നത് ഇംഗ്ലീഷിനെ കാട്ടും. എന്നെ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടികൾ പോലും ഇതിലും നന്നായിട്ട് ഇംഗ്ലീഷ് പറയും. പിന്നെന്താണ്? ആദ്യം കുട്ടി മലയാളം പഠിക്കും, എന്നിട്ട് വായിക്കും. നിങ്ങളോട് ഇംഗ്ലീഷ് പറയരുതെന്ന് പറഞ്ഞാൽ എന്നോട് മലയാളം പറയാം. മലയാളം പഠിച്ച മാത്രമേ ലെറ്റർ വായിക്കാൻ പറ്റുള്ളൂ. ഇനി ഈ കത്ത് അവർക്ക് വേണ്ടി വായിച്ചു കൊടുക്കരുത്. കാരണം രണ്ടുപേരുടെയും തള്ളു കേൾക്കാൻ ഇനിയും കുറച്ച് ദിവസം കൊണ്ട് ആഗ്രഹമുണ്ട്. എന്തായാലും ലെറ്റർ വായിച്ച മനസ്സിലായി. ഒന്നെങ്കിലും പൂജിത തയ്യാറാക്കിയത്, അല്ലാതുണ്ടെങ്കിൽ ഇതിന്റെ പിന്നിൽ വേറെ ആരെങ്കിലും കാണും. എനിവേ എന്തായാലും നമ്മുടെ ബോയ് മോയിനെ കുറിച്ച് നല്ല അഭിപ്രായം, വേറെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത്. എന്തായാലും നമുക്കൊരു നല്ലൊരു കൈയ്യടി കൊടുക്കാം.
പൂജിത, രണ്ടാമത്തെ എപ്പിസോഡിലാണ് ബോയിങ് ബോയിങ്ങിൽ വന്നത്. ഇപ്പൊ 30ാമത്തെ എപ്പിസോഡിലേക്ക് വരുമ്പോ എന്താണ് ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നത്? ഈ സെറ്റിൽ പുതിയ ഗെയിംസ് കാണാനുണ്ട്. അപ്പൊ ഇതിലും കഴിഞ്ഞ വട്ടത്തെ അത്ര തന്നെ എൻജോയ് ചെയ്യാനാണ് ഞാൻ കംപ്ലീറ്റ്ലി പക്ഷെ ഞങ്ങൾക്ക് വെയിറ്റ്. സിസ്റ്റർ ഉണ്ട്, സിസ്റ്റർ മൈ സിസ്റ്റർ. കുടുംബത്തോടെ ആണപ്പോ. നമുക്ക് അടുത്ത ടീം മെയിൽ ഒന്ന് പരിചയപ്പെടാം. ഗോപിക. ഹായ്. 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 എവിടുന്നാ ഗോപിക വരുന്നേ? ഞാൻ പാലക്കാട്. എന്ത് ചെയ്യുന്നു ഗോപിക? ഞാൻ BA മോഹിനിയാട്ടം. ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്ക് ഇപ്പോ പുതിയ സീരിയൽ സ്റ്റാർട്ട് ചെയ്തു. ഏത് സീരിയലിലാ ചെയ്തേ? സി കേരളത്തിൽ സുമംഗലി ഭവ എന്ന് പറഞ്ഞിട്ട് സീരിയലാണ്. നല്ലൊരു കൈഡി പ്ലീസ്. പൂജിതയെ പരിചയപ്പെട്ട സ്ഥിതിക്ക് ഇനി പൂജിതയുടെ അനിയത്തി ഇവിടെ ഉണ്ട്. പ്രിയങ്ക. യെസ്, വെൽക്കം. എന്ത് ചെയ്യുന്നേ? ഞാൻ ലോയർ ബൈ പ്രൊഫഷൻ. ഇപ്പൊ ഒരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. ടീം ബിയിലേക്ക് പോകുമ്പോൾ ടീം എയിൽ നിങ്ങൾ ആർട്ടിസ്റ്റുകളെ കൊണ്ടുവന്നു, അവരുടെ അനിയത്തിയെ കൊണ്ടുവന്നു, ചേച്ചിയെ കൊണ്ടുവന്നു, മോഹിനിയാട്ടിയെ കൊണ്ടുവന്നു, ഇതൊക്കെ കൊണ്ടുവന്നു. ടീം ബിയിൽ ഞാൻ ആദ്യം കൊണ്ടുവന്നിട്ടുള്ളത് ഒരു ആയുർവേദ ഡോക്ടറാണ്, പ്ലസ് എ സിനിമ നടിയാണ്. ദാറ്റ് ഈസ് ദേവിക. വെൽക്കം ദേവിക. താങ്ക് യു. ആയുർവേദ ഡോക്ടറായിട്ട് അറിയപ്പെടാനാണോ അല്ല സിനിമ താരമായിട്ട് അറിയപ്പെടാനാണോ ആഗ്രഹം? ആയുർവേദ ഡോക്ടർ ആയിട്ട് അറിയപ്പെടാനാണ് ഇഷ്ടം. രണ്ടിനും കൂടെ എങ്ങനെ സമയം കിട്ടുന്നു? സിനിമ ഇപ്പൊ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, അപ്പൊ രണ്ടും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. അപ്പോ ദേവികയെ പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇനി പരിചയപ്പെടേണ്ട ആള് മറ്റൊരു ടെലിവിഷൻ സ്റ്റാർ ആണ്. ദാറ്റ് ഈസ് ജാനകി. ഹലോ. ജാനകി പറഞ്ഞു കൊടുത്തേ. ജാനകി സീരിയലൊക്കെ ചെയ്തോണ്ടിരിക്കുകയാണല്ലേ? എങ്ങനെ സമയം കിട്ടി ബോയിങ് വരാൻ സീരിയലിന്റെ തിരക്കിന്റെ ഇടയിൽ? ബ്രേക്ക് ആണ്. ബ്രേക്ക് ആയ കാണാറുണ്ടോ? ബോയിങ് കാണാറുണ്ടോ? ഇടയ്ക്കൊക്കെ കാണാറുണ്ട്. എന്റെ ഫ്രണ്ട്സ് ഒക്കെ വന്നിരുന്നു, അപ്പൊ കാണാറുണ്ട്. നായിക റോൾസ് ആണോ അതോ വില്ലത്തി റോളുകളാണോ ചെയ്യുന്നത്? ഞാൻ ചെയ്യുന്നത് IPS ക്യാരക്ടറാണ്. ഞങ്ങൾ രണ്ടും കൂടിയിട്ട് ഒരാളെ തല്ലിക്കൊന്നു. അത് തെളിയിക്കാൻ വരുന്ന IPS ഉദ്യോഗസ്ഥ. നിങ്ങൾ ഫസ്റ്റ് ചോദ്യം ചെയ്യാൻ വരൂ. ഒരു IPS ഉദ്യോഗസ്ഥ വരുന്നുണ്ടോ? യൂണിഫോം ഇട്ടാലേ പറ്റത്തുള്ളൂ. യൂണിഫോം ഇടാൻ വരില്ല. അന്ന് രാത്രി സംഭവം നടക്കുമ്പോ നിങ്ങൾ എവിടെയായിരുന്നു? ഞാനൊരു ചായ കുടിക്കാൻ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. അന്ന് മഴയുണ്ടായിരുന്നോ? അന്ന് മഴയുണ്ടായിരുന്നു. മഴയത്ത് മഴ ഉണ്ടായിരുന്നു. പിന്നെ എന്താ കൊട എടുക്കാത്തെ? പിന്നെന്താ കൊട എടുക്കാത്തെ? അല്ല, ഞാൻ കൊട എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ഇല്ലാന്ന് പറഞ്ഞില്ലല്ലോ. അത് കാലം കൊടയായിരുന്നോ നോർമൽ കൊടയായിരുന്നോ? ഇത് ഭയങ്കര IPS മാഡം ഒരു കാര്യം ചെയ്യും, അങ്ങോട്ട് പോയിക്കോ. അന്ന് രാത്രി അങ്ങോട്ട് പോയിക്കോ. തൊട്ടപ്പുറത്തിരിക്കുന്ന മൂന്നാമത്തെ എന്റെ കണ്ടസ്റ്റന്റ് ഇന്നിപ്പോ ഒരു മെഡിസിൻ ഒക്കെ കഴിച്ചിട്ടാ വന്നിട്ടുള്ളത്. എന്ത് അസുഖത്തിൻ്റെതാണെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. വിനീത. കഴിഞ്ഞു. മെഡിസിൻ കഴിഞ്ഞു എന്നാണ് പറഞ്ഞത് കേട്ടോ. കഴിച്ചു എന്തോന്നേ ആ ടാബ്ലറ്റ് ഒരെണ്ണം ഇവന് കൊടുക്കാമോ? അല്ല, എന്നോട് പറഞ്ഞത് ഞാൻ മെഡിസിൻ കഴിച്ചിട്ടാ വരുന്നതെന്നാണ്. അത് കഴിഞ്ഞു എന്നാണ് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. മെഡിസിൻ കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഡോക്ടറാണ്. എന്ത് ഡോക്ടറാണ്? MBBS ഡോക്ടറാണ്. ഭയങ്കര ഉഷാറായിട്ടുള്ള കണ്ടസ്റ്റൻസിനാണ് ഇന്നും അതുപോലെ വന്നിരിക്കുന്നത്. അതുപോലത്തെ ഉഷാറായിട്ടുള്ള ഗെയിംസ് തുടങ്ങാനുള്ള സമയമാണ്. ആദ്യ മത്സരത്തിന്റെ പേരാണ് നേരെ വാ നേരെ പോ. പതിവുപോലെ നമ്മുടെ ആചാരങ്ങൾ തുടങ്ങുകയാണ്. നേരെ വാ നേരെ പോയിൽ നമുക്ക് കാണാം, ഇവിടെ ഒരു കോൺ കാണാം, അവിടെ ഒരു ബാസ്ക്കറ്റ് തൂക്കിയിരിക്കുന്ന കാണാം. ഈ ബലൂൺസിന്റെ ഇടയ്ക്ക് ഒരു കുറച്ച് ബോൾസ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ ആദ്യം വരുന്ന കണ്ടസ്റ്റന്റ്, ടീം എയിൽ നിന്ന് ആദ്യം വരുന്ന കണ്ടസ്റ്റൻസ് നേരെ ഇവിടെ വരിക, കൈയുടെ ഒരു മുഷ്ടി ഇവിടെ വെക്കുക, ഒരു കൈ പുറകിൽ വെക്കുക, നേരെ ക്ലോക്ക് വൈസ് ഇങ്ങനെ കറങ്ങുക. അങ്ങനെ 10 ടൈംസ് അല്ലെ? 10 ടൈംസ് അങ്ങനെ വട്ടം ചുറ്റുമ്പോഴേക്കും നമ്മളൊന്ന് ടോട്ടലി ചുറ്റും. തല ചുറ്റും. അതിനുശേഷം ഇതുവഴിയൊക്കെ അതിനുശേഷം നേരെ പോവുക, അവിടുന്ന് ബോൾ എടുക്കുക, ബോൾ എടുത്ത് ആ ബാസ്ക്കറ്റിൽ ഇടുക. പക്ഷെ ഈ പോകുന്ന സമയത്ത് ഈ ബലൂൺ ഏതെങ്കിലും പൊട്ടുകയാണെങ്കിൽ -പോയിന്റ് ആണ് വരുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 6 ചാൻസ് ഉണ്ടാവുക. 6 ചാൻസുകളിൽ എത്ര ബോളുകൾ ബാസ്ക്കറ്റ് ചെയ്യുന്നോ അത്രയും പോയിന്റ് നമുക്ക് കിട്ടും. പ്രത്യേകം ശ്രദ്ധിക്കുക, അവിടെ ഒരു മാർക്ക് ഉണ്ട്. ആ മാർക്കിന്റെ ഉള്ളിൽ നിന്നാണ് ബാസ്ക്കറ്റ് ചെയ്യേണ്ടത്. ഓരോ ബോളും ആ ബാസ്ക്കറ്റിൽ പ്രോപ്പറായിട്ട് ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് 20 പോയിന്റ്സ് ആണ്. പക്ഷേ ഈ ബലൂൺ ഏതെങ്കിലും പൊട്ടുകയാണെങ്കിൽ -20. റെഡി? ടീം എക്ക് ആണെങ്കിലും ബിക്ക് ആണെങ്കിലും ഒരാൾക്ക് 2 ചാൻസ് ആണ് കിട്ടുന്നത്. റെഡി? ഓൾ ദി ബെസ്റ്റ് ടു യു. നേരെ വാ നേരെ പോയിൽ ആദ്യം മത്സരിക്കാൻ വരുന്നു പൂജിത. വെരി ഗുഡ്. എന്താ പൂജിത എനർജി? നിങ്ങളെ കാണുമ്പോ എനർജി എന്തായാലും ഡബിൾ മടങ്ങുണ്ടായിരിക്കും. ഈ നേരെ വാ നേരെ പോ ഗെയിം കണ്ടപ്പോ എന്താ തോന്നുന്നേ? നേരെ പോകാൻ പറ്റില്ല എന്ന് തോന്നുന്നു. ഈ എപ്പോഴെങ്കിലും തലയുടെ പിൻവശം കണ്ടിട്ടുണ്ടോ?
കണ്ടിട്ടുണ്ട്. എപ്പോഴാണ്? ഹെയർ കട്ടിന്റെ സമയത്ത്. ഹെയർ കട്ട് മിററിലൂടെ കണ്ടു. അത് ഭയങ്കര സംഭവമാണ് കേട്ടോ. മിററിലൂടെ കണ്ടു. പക്ഷെ ഇന്നിവിടെ കാണാൻ പോകുന്നത് തല ചുറ്റി പുറകോശം കാണാൻ പറ്റും. തല 360 കറങ്ങും. എന്തായാലും നമുക്ക് തല ചുറ്റാൻ ഇവിടെ പോവുകയാണ്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് യു, ഓൾ ദ ബെസ്റ്റ് യു. പൂജിത, ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, ഇവിടെ ഇന്ന് ഈ ബലൂൺസിന്റെ ഇടയിൽ കൂടെ പോയി 6 ബോൾസ് 6 ചാൻസ് ആണ് കിട്ടുന്നത്. അവിടെ ഒരു അതിർത്തി രേഖയാണ്. ആ അതിർത്തി രേഖയിൽ നിന്നിട്ട് വേണം ഈ ബോൾ എടുത്ത് ആ ബാസ്കറ്റിൽ ഇടാൻ. പോകുന്ന പോക്കിന് ബലൂൺ ഏതെങ്കിലും പൊട്ടിച്ചു കഴിഞ്ഞാൽ മൈനസ് മാർക്കും കിട്ടും. ഒരു ബോൾ ഇട്ട് കഴിഞ്ഞാൽ 20 പോയിന്റ് ആണ് കിട്ടുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് പൂജിത. ഓക്കെ, റൈറ്റ് ഹാൻഡ് ഇവിടെ വെക്കുക, എന്നിട്ട് ബാക്കിൽ വെക്കുക, തല ഇവിടെ വെക്കുക. ഇതിൽ നിന്ന് തല എടുക്കാൻ പാടില്ല. സ്പീഡായിട്ട് 10 ടൈംസ് കറങ്ങണം. സ്പീഡ് വേണം. അഥവാ ഏതെങ്കിലും സ്പീഡ് കുറവല്ല അല്ലെങ്കിൽ തല എടുത്തുണ്ടെങ്കിൽ ആ കൗണ്ട് കൂട്ടില്ല. അതുകൊണ്ട് വെറുതെ കളഞ്ഞു കുടിക്കരുത്. ഓക്കെ പൂജിത, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3 2 1 ഗോ. 1 2 3 4 5 6 7 8 go. Three chance ഉള്ളൂ. ശ്രദ്ധിച്ച്. അഞ്ച് ലാസ്റ്റ്. താഴേന്ന് മുകളിലേക്കിട്. ഞാൻ ചോദിക്കട്ടെ, തലയുടെ പിൻവശം കണ്ടോ? കറക്കം നിന്നോ? തലയുടെ പിൻവശം സൈഡും 5 തല രാവണ്ണ പോലെ തോന്നി. 10 തല തല ചുറ്റിയിട്ട് അവിടെ ചെന്നപ്പോ ഈ ബോളും ബലൂണും തമ്മിൽ കൺഫ്യൂഷൻ ആയോ? അത് കൺഫ്യൂഷൻ ആയില്ല. പിന്നെ എന്താണ് കൺഫ്യൂഷൻ ആയോ? എനിക്ക് അതുവരെ എത്താൻ പറ്റുമോ പറഞ്ഞ സമയത്ത് ഇത്ര ഡിഫിക്കൽട്ട്. ഒന്നുകൂടി ചാൻസ് പറ്റുമോ? പോണ്ട, ചാൻസ് കൊടുക്കണ്ടേ? അവരുടെ ചാൻസ് കൊടുത്തിട്ട് നമുക്ക് തിരിച്ച് വീണ്ടും ഒരിക്കൽ കൂടെ വരാം. ഓക്കെ പൂജിത, ആദ്യ മത്സരം കഴിയുമ്പോൾ ടീം എക്ക് എടുക്കുന്ന 20 പോയിന്റ്സ് ആണ്. ഒരു ബോളാണ് ആ ബാസ്കറ്റ് ഇടാൻ സാധിച്ചത്. ഗുഡ് ജോബ്. ടീം എയിൽ നിന്ന് നേരെ പോയി മത്സരിക്കാൻ രണ്ടാമത് വരുന്ന ഗോപിക. പ്ലീസ് ഗോപിക. ഓക്കെ, അപ്പൊ കറങ്ങാൻ റെഡിയാണോ? ഗെയിം മനസ്സിലായല്ലോ? മനസ്സിലായി. ഓൾ ദി ബെസ്റ്റ് ഗോപിക. Your time starts now. 3 2 1 go. 1 speed. 2 speed. 3 speed. 4 speed. 5 തുടക്കമില്ലെങ്കില് 5 തലയെടുത്തു. 5 കൗണ്ട് ചെയ്യണോ? 5 ഇല്ല. 5 വീണ്ടും 5. 6 speed. 7 തലയെടുക്കരുത്. 7 go. Last chance. ഈ മോഹിനിയാട്ടത്തിൽ ഇങ്ങനെ തലയിട്ട് ഇങ്ങനെ ചുറ്റുന്ന കുറെ സ്റ്റെപ്പുകളില്ലേ? ആ ഒരു സ്റ്റെപ്പ് കാണിച്ച ഇത് തല ചുറ്റിയിട്ട് കാണിക്കുമ്പോൾ വരും. അത് തല ചുറ്റി കാണിക്കല്ലേ, ഇരുന്നിട്ട് അടവാണ്. അതുപോലെ അന്ന് അടവെടുത്ത് തല ചുറ്റുന്നത്.
തല ചുറ്റിയുണ്ടെങ്കിൽ മറിഞ്ഞു പോകുന്നു. ഇത് രണ്ടും സെയിം തന്നെ. ഇവിടെ ഈ ബോൾ എത്ര ഇട്ടെന്ന് വല്ല ധാരണയുണ്ടോ? രണ്ടെണ്ണം ഇട്ട് തോന്നുന്നു. രണ്ടെണ്ണം ഇട്ടോ? ഇട്ടോ ഇട്ടോ ഉറപ്പാണോ? തല ചുറ്റിപ്പോ എണ്ണൊക്കെ പോയോ? കളറൊക്കെ മാറിപ്പോയിട്ടുണ്ടായിരുന്നു മൊത്തത്തില്. അപ്പൊ ഗോപിക 2 ബോൾ ഇട്ട് 40 പോയിന്റ്സ് ആണ് ഇട്ടിരുന്നത്. നല്ലൊരു കൈയ്യടി പ്ലീസ്. 40 പോയിന്റ്സ്. കഴിഞ്ഞ തവണ പൂജിത എന്റെ ടീമിൽ വന്നപ്പോ എന്റെ ടീമിനെ തോൽപ്പിച്ച് തൊപ്പി ഇടിപ്പിച്ചിട്ട് അതുകൊണ്ടാണ് എന്റെ ടീമിൽ ഇപ്പൊ നിന്റെ ടീമിൽ കിട്ടിയപ്പോ പൂജിത ഒരു ബോളേ ഇട്ടിട്ടുള്ളൂ. പൂജിതയുടെ അനിയത്തി വരുമ്പോ എന്താ സംഭവിക്കുക? അതിനെന്തായാലും ആ റെക്കോർഡ് ബ്രേക്ക് ചെയ്യും ഇല്ലേ? എന്റെ ഈശ്വര കണ്ടറിയാം ഭാവം. ആ മത്സരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഒരു ചെറിയ ഇടവേള. ഹാവ് എ ഷോർട്ട് ബ്രേക്ക്. യെസ്, വെൽക്കം ബാക്ക് ടു ദി ഷോ. ദിസ് ഈസ് ബോയിങ്. കഴിഞ്ഞ തവണ പൂജിത എന്റെ ടീമിൽ വന്നപ്പോ എന്റെ ടീമിനെ തോൽപ്പിച്ച് തൊപ്പി ഇടിപ്പിച്ചിട്ട് അതുകൊണ്ടാണ് എന്റെ ടീമിൽ ഇപ്പൊ നിന്റെ ടീമിൽ കിട്ടിയപ്പോ പൂജിത ഒരു ബോളേ ഇട്ടിട്ടുള്ളൂ. പൂജിതയുടെ അനിയത്തി വരുമ്പോ എന്താ സംഭവിക്കുക? അതിനെന്തായാലും ആ റെക്കോർഡ് ബ്രേക്ക് ചെയ്യും ഇല്ലേ? എന്റെ ഈശ്വര കണ്ടറിയാം ഭാവം. എന്തായാലും പൂജിതേക്കാളും നല്ല ഒന്നാമത്തെ ഡാൻസർ ആണെന്ന് മനസ്സിലായി. ആദ്യമായിട്ടാണ് ഒരാളങ്ങനെ പറയുന്നത്. ഞങ്ങൾ എന്നും ഓർമ്മിക്കപ്പോ പ്രിയങ്ക ആദ്യമായിട്ടാണ് ഒരാൾ ഡാൻസർ ആണെന്ന് പറയുന്നത്. പക്ഷെ ഇനി പറയണമെന്ന് അറിയാമോ, ചേച്ചിയേക്കാളും നല്ല മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റിയ ആള് തന്നെ. ചേച്ചിക്ക് കഴിവൊന്നുമില്ല, അവള് ലക്കിന് കയറി പോയതാണ്. ശരിക്കും ചേച്ചി ചുമ്മാ സംസാരം മാത്രമേ ഉള്ളൂ. ട്രൈ ചെയ്യും 100%. 100%. All the best. All the best. Priyanka, your time starts now. 3, 2, 1, go. 1, 2, 3, 4. Speed, 5, 6, 7, 8. Go. Very good. ഇവിടെ എല്ലാരും 2 കൈ ഉപയോഗിച്ചാണ് ബോൾ ഇട്ടത്. ഇത് ഒറ്റ കേട്ട പുഷ്പ പോലെ. അങ്ങനെ ഞാൻ കോൺഷ്യസ് ആയിരുന്നില്ല. ഐ വാസ് ജസ്റ്റ് ട്രൈയിങ് ടു ഫോക്കസ്. ആ എറിയുന്ന സ്ഥലം, ആ സ്പോട്ട് കറക്റ്റ് ആവണം. അത്രമാത്രം. ഇവിടുന്ന് പോകുമ്പോ ഇതെല്ലാം കളേഴ്സ് എല്ലാം കൂടെ ബ്ലർഡ് ആയിട്ടാണ് കണ്ടത്. എനിക്ക് ഒന്നും കാണാൻ പറ്റില്ല. ഒന്നും കാണുന്നില്ല. ഇവിടുന്ന് പോയിട്ട് ഒരു നിമിഷം ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ, ഇങ്ങനെ ആടി നിൽക്കുന്നുണ്ടല്ലോ. അത് കഴിഞ്ഞ് നടക്കാൻ പറ്റിയത് എന്റെ ഒരു. എങ്ങനെയുണ്ട് മത്സരം? എങ്ങനെയുണ്ട്? ഇറ്റ് വാസ് എ ലോട്ട് ഓഫ് ഫൺ. ഓക്കേ, വെരി ഗുഡ്. താങ്ക് യു. ടീം എയിൽ നിന്ന് അവസാനം വന്ന പ്രിയങ്ക 4 ബോൾ ഇട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് 80 പോയിന്റ്സ്. പ്ലീസ്. 80 പോയിന്റ്സ്. വെരി ഗുഡ്. അപ്പൊ അങ്ങനെ ടീം എയുടെ അംഗം കഴിഞ്ഞു. ഇനി ടീം ബി കളത്തിലേക്ക് ഇറങ്ങുകയാണ്. ചുണക്കുട്ടികൾ, മിടുക്കികൾ, ഡോക്ടർമാരൊക്കെ ഇറങ്ങാൻ വേണ്ടി പോവാണ്. ആദ്യം എന്റെ ടീമിൽ നിന്ന് മത്സരിക്കാനെത്തുന്നു ഡോക്ടർ ദേവിക. You're watching Boing. നേരെ വാ നേരെ പോയിൽ ടീം ബി മത്സരിക്കുമ്പോൾ ചെറിയൊരു മാറ്റമുണ്ട്. നിങ്ങളുടെ ബോൾസ് എന്ന് പറയുന്നത് ഏതാണ് സുരജ്? ദേവിക, നമ്മുടെ ബോള് റെഡ് ബോളാണ്. മറ്റേ ബോൾ എടുക്കരുത്, മൈനസ് ആക്കരുത്, ബലൂൺ പൊട്ടിക്കരുത്. ഓക്കേ ദേവിക, your time starts now.
2 chance. Last chance. Okay, back to us. ദേവിക അടിച്ചു പൊളിച്ചു അടിച്ചു പൊളിച്ചു. 3 ബോളുകൾ ഇട്ടു 60 പോയിന്റ്. സൂരജ് നിന്റെ ടീം ഒന്ന് ഗംഭീരമായിട്ട് മത്സരിച്ചു. ഓപ്പണിംഗ് പൊളിച്ചളിയാ. പിന്നെ ഇനി ഓപ്പണിംഗിന്റെ രണ്ടാമത്തെ ബാറ്റ്സ്മാൻ ഇറങ്ങാൻ വേണ്ടി പോവാണ്. ദാറ്റ് ഈസ് ജാനകി. നിന്റെ കുട്ടി അവിടെ വന്നിട്ട് നിന്നോട് ഡാൻസ് കളിക്കുന്നത്. ഈ കുട്ടിക്ക് അറിയാം നിനക്ക് ഡാൻസ് കളിക്കും. ഇവിടെ വന്നിട്ട് നേരെ വന്നിട്ട് എന്റെ അടുത്ത് ഞാൻ ഇവിടെ ഈ ബെഡിൽ നിന്ന് ചാടിയിട്ട് ഇങ്ങോട്ട് തെറിച്ചോണ്ടിരിക്കും. അതുകൊണ്ടാണ് പ്രശ്നം. അതെന്താണെന്നറിയാമോ, ഇതിനകത്ത് ഇവനെ സാധാരണ അവന് ഡാൻസ് അറിയില്ല. ഈ ബെഡ് ഇട്ട ശേഷം അവൻ എളുപ്പമായി. കാരണം ഇത് ഇങ്ങനെ സ്പ്രിംഗ് ഉള്ള ബെഡ് ആയതുകൊണ്ട് ആൾക്കാർ കാണുന്നവര് നല്ല ഡാൻസ് ആണ്. വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇപ്പൊ ഞങ്ങൾ എന്തായാലും കളിച്ച് ജയിക്കാൻ വന്ന ആൾക്കാരാണ്. എനിക്ക് എന്തായാലും സങ്കടം ആവേണ്ട ഒരു ഡാൻസെങ്കിലും കിട്ടിക്കോട്ടെ അല്ലേ? അതാണ് സംഭവം. ഓൾ ദ ബെസ്റ്റ്. അപ്പൊ എന്തായാലും ഗെയിം മനസ്സിലായല്ലോ. എന്തായാലും ടീം എയിൽ ഒരാൾ വന്ന് ഇവിടെ പൊളിച്ചിട്ടാണ് പോയിരിക്കുന്നത്. അപ്പൊ ആ ഒരു എനർജിയോട് തന്നെ നമുക്ക് മത്സരിക്കാം. ശരി ജാനകി, your time starts now. 3, 2, 1, go. 1, 2, 3, 4, 5 minutes. 6, 7, 8. Go. വേഗം വെക്ക്. അവിടെ തന്നെ ആ പറമ്പിലോട്ട് അറിയും. നോക്കിട്ട് എയിമേ. Last 3 chance. അതിന്റെ മേലേക്ക് ലാസ്റ്റ് 2 ചാൻസേ ഉള്ളൂ. കളയരുത്. കേസ് അന്വേഷിക്കാൻ അറിഞ്ഞൂടെ, ബോൾ ഇടാനും അറിയില്ല. വെരി ഗുഡ്. IPS ഓഫീസറേ, എന്റെ ഓഫീസറെ, എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി. IPS ഭഗവതി ചതിച്ചല്ലോ. പൊടിവാളൻ കൂടി വരാറുണ്ട്. അപ്പൊ എന്തായാലും 0 ആണ് കിട്ടിയിരിക്കുന്നത്. ഒരു ബോൾ ഇടാൻ പറ്റിയിട്ടില്ല പ്രോപ്പർ ആയിട്ട്. ഓക്കെ, എന്തായാലും നമുക്ക് അടുത്ത ആളിൽ നോക്കാം. ടീം എയിൽ വന്ന് ആദ്യ ആള് പൊളിച്ചടാ. അത് കണ്ണു വിട്ടോടാ നിന്റെ സെക്കൻഡ്. രണ്ടാമത്തെ ആള് നീ കണ്ണു വെച്ചു, അത് പൊളിഞ്ഞു. ഞാൻ കണ്ണു വെച്ചില്ല. ആ കുട്ടിക്ക് ഇച്ചിരി ഓവർ കോൺഫിഡൻസ്. എന്ത് കഷ്ടാണ്. ഇനി വീണ്ടും ആയുർവേദ ഡോക്ടറുടെ ആ ഒരു പാരമ്പര്യം നിലനിർത്താൻ വേണ്ടിട്ട് ഒരു MBBS ഡോക്ടറെ ഞാൻ കളത്തിലേക്ക് ഇറക്കുകയാണ്. ദാറ്റ് ഈസ് വിനീത. പ്ലീസ് കം. Vinita, your time starts now. 3, 2, 1, go. 1, 2, 3, 4, 5, 6, 7, 8. വേഗം. Last 5. മാർക്ക് നോക്കണം. Last 3. ഒന്ന് എൻജ്. Good job.
ഡോക്ടർ ഗുഡ് ജോബ്. ഹൗസ് എക്സ്പീരിയൻസ്? ഗുഡ് ഗുഡ്. അടിപൊളിയാണ്. ഇവിടെ കറങ്ങിയതാണോ ഗുഡ്, അവിടെ പോയതാണോ ഗുഡ്? ബോത്ത് എല്ലാം good. അപ്പൊ എല്ലാം ഗുഡ് ആയപ്പോ 4 മിസ് ചെയ്തു, പക്ഷെ 2 ബാസ്കറ്റ് ചെയ്തു. ടോട്ടൽ 40 points. വെരി ഗുഡ്. ഗുഡ് ജോബ്. ബോയിൽ ആദ്യ മത്സരം നേരെ വാ നേരെ പോ മത്സരം കഴിയുമ്പോൾ ടീം എ നേടിക്കുന്നത് 140 പോയിന്റ്സ്. വെരി ഗുഡ്. ടീം ബി 100 points. പക്ഷേ മത്സരങ്ങൾ ഇനിയും മറിയാൻ പോകുന്നേ ഉള്ളൂ. അതിനു മുന്നേ ഞങ്ങൾ ചെറിയൊരു ഇടവേള എടുക്കുകയാണ്. ദിസ് ഈസ് ബോയ് ഹാവ് എ ഷോർട്ട് ബ്രേക്ക്. യെസ്, വെൽക്കം ബാക്ക് ടു ദ ഷോ. ദിസ് ഈസ് ബോയിങ്ങിന്റെ രണ്ടാമത്തെ റൗണ്ട് മത്സരങ്ങൾക്കുള്ള സമയമായി. ഒരു നല്ല വെറൈറ്റി ഉള്ള ഒരു ഗെയിമാണ് വരാൻ പോകുന്നത്. ഇവിടെ എന്തൊക്കെ സംഭവിക്കാൻ പോവുകയാണ്, കാത്തിരുന്ന് കാണുക. പക്ഷെ അതിനു മുന്നേ ആ മത്സരത്തിന്റെ പേരാണ് ഊതല്ലേ ഊതിയ തീപ്പൊരി പാറും. ഊതരുതേ ഊതിയ തീപ്പൊരി പറഞ്ഞു. അപ്പൊ തീപ്പൊരി പാറാൻ പോകുന്ന കാഴ്ചകളിലേക്കാണ് നമ്മളിന് പോകാൻ പോകുന്നത്. അതായത് നമ്മുടെ 2 ടീമുകൾക്കും കൃത്യമായിട്ട് കുറെ ബലൂണുകൾ അടുക്കി വെച്ചിട്ടുണ്ട്. 2 ടീമിൽ നിന്നും ഓരോരുത്തർ വീതം വന്നിട്ട് തമ്മിൽ ഫൈറ്റ് ചെയ്യുന്ന ഒരു മത്സരമാണ് ഇത്. ബലൂണ് മത്സരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ കുറച്ച് ബലൂൺസ് അടുക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഏത് ടീമാണ് ആദ്യം 5 ബലൂൺ പൊട്ടിക്കുന്നത്, അതായത് ഊതി വീർപ്പിച്ച് 5 ബലൂൺ ആദ്യം പൊട്ടിക്കുന്നവർക്കാണ് പോയിന്റ് കിട്ടുന്നത്. ആ ആൾക്ക് കിട്ടുന്നത് 100 പോയിന്റ്സ് ആണ്. കാറ്റ് നിറക്കുന്നതിന് വേണ്ടി നമുക്കൊരു എയർ പമ്പ് ഉണ്ട്. ആ പമ്പ് യൂസ് ചെയ്തിട്ട് നിറച്ചാൽ മതി. ഓക്കെ, ഊതല്ലേ ഊതിയാൽ തീപ്പൊരി പാറും. അതിന് ടീം എയിൽ നിന്ന് വരുന്ന പൂജിത, ടീം ബിയിൽ നിന്ന് ദേവിക. ഊതല്ലേ ഊതിയാൽ തീപ്പൊരി പാറും. പാറിക്കാൻ വേണ്ടിയിട്ട് റെഡിയാണ് ദേവിക ആൻഡ് പൂജിത. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. പൊട്ടിക്ക്. Good job. Out. Very good. 3. Done. Do it. ഇവിടെ എന്താ പറ്റിയേ? തീരെ ഗ്രിപ്പ് ഉണ്ടാവില്ല. പൂജയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? നല്ലൊരു ചാലഞ്ച് ആയിരുന്നു കേട്ടോ. ടീം എ കിട്ടിയത് 100 പോയിന്റ്സ്. വെരി ഗുഡ്. ഊതല്ലേ ഊതിയാൽ തീപ്പൊരി പാറ. ഇപ്പൊ തീപ്പൊരി പാറി നിൽക്കുന്നത് എന്റെ ശരീരത്തിൽ നിന്നാണ് മൊത്തത്തില്. പക്ഷെ നിന്റെ ടീം ആദ്യത്തെ റൗണ്ടിൽ ജയിച്ചു, 100 പോയിന്റ് കിട്ടി. അടുത്ത് ഞാൻ ഊതല്ലേ തീപ്പൊരി പാറ ഞാൻ ഇവിടെ വിളിക്കാൻ പോകുന്നത് ഗോപിക ആൻഡ് ടീം ബിയിൽ നിന്ന് ജാനകി. റെഡി അല്ലേ? റെഡി. All the best. Your time starts now. 3, 2, 1, go. അടിപൊളി. അങ്ങനെ Fast. സൂപ്പർ. Fast. ഗോപിക fast. സൂപ്പർ. പൊട്ടു പൊട്ടിക്ക്. Fast. ഇതുപോലെ. അടുത്ത് 2 ബലൂൺ പൊട്ടിച്ചിരിക്കുകയാണ് ടീം എയിൽ നിന്ന് ഗോപിക. You can.
ലാസ്റ്റ് വൺ. ഇപ്പോഴും ഇവിടെ ഒന്നുപോലും പൊട്ടിയിട്ടില്ല. പോയി. ഇതുപോലെ കാറ്റാണ് ഇപ്പൊ സൂരജിന്റെ പോയത്. ടീം എ ആണ് ഇത്തവണയും പൊട്ടിച്ചിരിക്കുന്നത്. അവർക്ക് കിട്ടിയിരിക്കുന്നു 100 പോയിന്റ്സ്. നല്ലൊരു കൈഡ് പ്ലീസ്. യു ആർ വാച്ചിങ് ബോയിങ് ബോയിങ്ങിൽ ഊതല്ലേ, ഊതിയാൽ തീപ്പൊരി പാറും. അതിനായിട്ട് ടീം എയിൽ നിന്ന് വരുന്നു പ്രിയങ്ക, ടീം ബിയിൽ നിന്ന് വിനീത. Your time starts now. 3, 2, 1, go. Very good. ഒട്ടിക്ക്. അത്താ. Very good. ഡോക്ടറെ വല്ലതും നടക്കുവോ? ഒരു മെന്റൽ ഡോക്ടർ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ചിലപ്പോൾ ആവശ്യം വന്നേനെ. ആ ലെവലിൽ അല്ല, ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. നിങ്ങൾ ചേച്ചിയും അനിയത്തി ഒരുപോലെ തന്നെ, കട്ടയ്ക്ക് എനർജിയിലാണ്, എനർജി ലെവലൊക്കെ ഒരുപോലെ തന്നെയാണ്, സ്മാർട്ടാണ്. നല്ലൊരു കൈയടി. ഈ അവസാന ബലൂൺ പൊട്ടിയപ്പോ എനിക്ക് തോന്നിയ സന്തോഷം ജീവിതത്തിൽ തോന്നിയിട്ടില്ല. ഇനി ആ സന്തോഷത്തോടു കൂടി തന്നെ നമുക്കറിയാം ടീം
യെസ് വെൽക്കം ബാക്ക് ടു ദി ഷോ. ദിസ് ഈസ് ബോയിങ് ബോയിങ്. അല്ല സൂരജ്, നമ്മളൊരു ബ്രേക്ക് ആയിട്ട് വരുമ്പോ ഇവരെന്ത് തളർന്നു പോയോ? അല്ല തളർന്നല്ലേ, ഒരുമാതിരി അമ്മമാരുടെ വീട്ടിൽ പോകുമ്പോ കസേര ഇരിക്കുന്നവരുണ്ടല്ലോ. അതെന്താ കാല് കെട്ടി വെച്ചിരിക്കുക? ഓഹോ, ഞങ്ങള് ബ്രേക്കിന് പോയി പണിഷ്മെന്റ് കിട്ടിയാ? പണിഷ്മെന്റ് കിട്ടിയാ? ചങ്ങല കിട്ടും. ആനയെ കൂച്ചുവിലങ്ങിട്ട് കെട്ടുക എന്ന് പറയും. അതുപോലെ പൂജിത ഇവിടെ കയറിട്ട് കെട്ടിയിരിക്കുക. എന്താണ് നല്ല ടൈറ്റ് ആയിട്ട് കെട്ടിയിട്ടുണ്ടല്ലോ. ഇത് കാണുന്ന പ്രേക്ഷകർ ചിന്തിക്കുന്നത് എന്തായിരിക്കും ഇവരിങ്ങനെ കെട്ടിയിരിക്കുന്നത്? അത് ഒന്നുമല്ല, നമ്മുടെ ഏറ്റവും പുതിയ ഒരു ഗെയിമാണ്. ഈ ഗെയിമിൽ നിങ്ങൾ കസേരയുമായിട്ടാണ് കുട്ടികളെ പോകാൻ പോകുന്നത്. ഇരുന്നോ, അധികം എണീറ്റ് ക്ഷീണിക്കണ്ട. അധികം ബഹുമാനമൊന്നും വേണ്ട ഞങ്ങളോട്. അപ്പൊ ഈ ഒരു ഗെയിമിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവിടെ 2 ബാസ്ക്കറ്റുകൾ കാണാം. റെഡ് ബാസ്ക്കറ്റ് നിങ്ങളുടെ ടീം ബിയുടേതാണ്, അതുപോലെ തന്നെ ബ്ലൂ ബാസ്ക്കറ്റ് ടീം എയുടേതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ബോളുകൾ ഉണ്ട്. ഈ ബോളുകൾ നിങ്ങളുടെ കസേര മേലെ വെച്ച് തരും. ആ ബോളുമായിട്ട് നിങ്ങൾ ഈ ചെയറുമായിട്ട് മുന്നോട്ട് പോകാം. മുന്നോട്ട് പോകുന്ന സമയത്ത് ഞങ്ങൾ ഓരോ ടീമിനും, ഇപ്പൊ ആ ടീമിനാണെങ്കിൽ റെഡ് ബോൾ വെക്കും, ഇവിടെ ആണെങ്കിൽ ബ്ലൂ ബോൾ വെക്കും. ആ ബോൾ താഴെ വീഴാതെ മുന്നോട്ട് പോവുക. പോയി ആ ക്രോസ്, ആ ലൈൻ, ബോർഡർ ലൈൻ കഴിഞ്ഞതിന് ശേഷം ആ ബാസ്ക്കറ്റിനകത്ത് ബോൾ ഇടുക. ബോൾ ഇട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് മാറി കൊടുക്കുക. അപ്പോൾ അടുത്ത ആൾക്ക് ഇവിടുന്ന് പോകാൻ പറ്റും. ആ ബോൾ മിസ്സായി കഴിഞ്ഞാൽ ഔട്ടായി. ആ കാണുന്ന ബോർഡർ ലൈൻ ഫിനിഷ് ചെയ്താൽ മാത്രമേ ടീമിൽ നിന്ന് അടുത്ത ആളിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടുകയുള്ളൂ. ഒരു ബോൾ നിങ്ങളുടെ അതാത് ബാസ്ക്കറ്റിൽ ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് 20 പോയിന്റ്സ് ആണ്. ടീം എയിൽ നിന്ന് ആളറിയാൻ മത്സരിക്കാൻ ആദ്യം വരുന്ന പൂജിത. ആദ്യം എഴുന്നേക്കുന്നത് അവിടുന്ന് പൂജിതയാകുമ്പോൾ ഇവിടുന്ന് ആദ്യം എഴുന്നേക്കുന്നത് ദേവിക. ബോൾ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഉടൻ നിങ്ങൾക്ക് പോകാം. ഓക്കെ, റെഡി? റെഡി. ദേവിക ആൻഡ് പൂജിത, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഗോ. നീ പൊയ്ക്കോ. കുറച്ചുകൂടെ സ്പീഡിൽ പോ. ഇതൊരാഴ്ച എടുക്കും അങ്ങനത്തെ. മെല്ലെ finish. You're doing fine, correct pace. അതേ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മതി. ഓടരുത് മാവ ആളറിയാൻ റൗണ്ട് ഇവിടെ തീരുകയാണ്. അപ്പൊ തീരുമ്പോ നിങ്ങളുടെ ടീം 3 ബോളുകൾ ഇട്ടു, എന്റെ ടീം 2 ബോളുകൾ ഇട്ടുള്ളൂ. ടീം ബി 40 പോയിന്റ്. പക്ഷേ നമുക്ക് സൂരജ് അതിനു മുന്നേ ഇവരുടെ അനുഭവങ്ങൾ ചോദിക്കാം. എങ്ങനെയുണ്ട് പൂജിത? ഇമോഷൻ എനിക്ക് മനസ്സിലായി. ആനയുടെ ഇമോഷൻ. ഓ കെട്ടിടാൻ പാടില്ലെന്നാണ് പറഞ്ഞത്. ആ
ആവശ്യമുള്ളപ്പോ മാത്രം കെട്ടിയാ മതം പൊട്ടപ്പോ ഐ തിങ്ക് ദേ ഷുഡ് ഓൾ ബി ഫ്രീ ബിക്കോസ് എന്താ നമുക്ക് എല്ലാവർക്കും അറിയാം റെസ്ട്രിക്റ്റഡ് ആവുമ്പോ നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യണ കുറെ വികാരങ്ങൾ ഉണ്ടല്ലോ. ഒരാനയുടെ ഫീല് മനസ്സിലാക്കാൻ ബോയിങ് വേണ്ടി വന്നു. അതായത് ഇപ്പൊ റെസ്ട്രിക്ട് ചെയ്തപ്പോ രണ്ടു കാലം വെച്ച് മര്യാദക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയിലായി. അതെ, അപ്പോഴാണ് നമുക്ക് കാലിന്റെ വില മനസ്സിലാവണു. പിന്നെ ലൈക്ക് യു റിയലൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫ്രീഡം. അല്ല പക്ഷേ നിങ്ങൾക്ക് എന്താ പറയാ, എങ്ങനെ ഉണ്ടായിരുന്നു? സ്പീഡ് കുറച്ച് കൂടി പോയി. ആ കൂടിപ്പോയത് ഇവിടുന്ന് തന്നെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല സുഖം ഉണ്ടായിരുന്നു പോകുമ്പോ. വളരെ സുഖമുണ്ടായിരുന്നു. തടഞ്ഞിടപ്പെടുന്നതിന്റെ ആ ഒരു വേദന അറിയപ്പെടും ഹൃദയത്തിൽ കൊണ്ടു. സത്യം പറഞ്ഞ കേരളത്തിലെ ആനകളെയൊക്കെ സ്മരിക്കണം, കാരണം അതിന്റെയൊക്കെ കാല് ലോക്ക് ചെയ്തിട്ടേക്കില്ല അല്ലേ? മത്സരം അവസാനിക്കുമ്പോൾ നമുക്ക് എന്തായാലും നല്ലൊരു മ്യൂസിക് വേണം. മത്സരം നമുക്ക് ഇവിടെ അവസാനിക്കാനുള്ള സമയമാണ്. പക്ഷെ മത്സരം ഇവിടെ അവസാനിപ്പിക്കേണ്ടെന്ന് എന്റെ ഒരു ഇത് സംബന്ധിച്ച് 30ാമത്തെ എപ്പിസോഡാണ്. ഏറ്റവും ഐക്കോണിക് ആയിട്ട് ആൾക്കാർ ശ്രദ്ധിക്കുന്ന ഒരു എപ്പിസോഡാണ്. സോ ഈ എപ്പിസോഡിൽ എന്റെ ടീം എന്നെ അൻപേ തകർത്ത് കളഞ്ഞു, ബലൂണ് പൊട്ടിക്കുന്ന പോലെ പൊട്ടിച്ച് കളഞ്ഞു. പക്ഷെ ഞങ്ങൾ സന്തോഷത്തിലാണ്, അടിച്ചു പൊളിച്ചിരിക്കുകയാണ് അല്ലേ? അപ്പൊ ഒരു കാര്യമുണ്ട്, പൂജിത കഴിഞ്ഞ തവണ എന്റെ ടീമിൽ ഉണ്ടായിരുന്ന ആളാണ്. കഴിഞ്ഞ തവണ ബോയിങ്ങിൽ പൂജിത വന്നപ്പോൾ എന്റെ ടീമിലായിരുന്നു. അന്ന് എന്റെ ടീമിനെ കുളം തോണ്ടിട്ട് പോയ ആളാണ്. ഇന്ന് അവിടെ വന്നിട്ട് പൂജിത നന്നായിട്ട് സ്കോർ ചെയ്തു. സോ ഞാൻ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ഒരു റൗണ്ടും കൂടി കുറച്ചും കൂടി മുമ്പോട്ട് നാളെയും കൂടി നമുക്ക് ഈ ഒരു ഗെയിം തുടരാം. അതായത് മത്സരം ഇവിടെ അവസാനിക്കേണ്ട 3 ഗെയിമും കൂടി വെച്ചുകൊണ്ട് നാളെയും കൂടി നമ്മൾ തുടരാൻ വേണ്ടി പോവാണ്. ആ തുടർച്ചയിൽ നിങ്ങൾ എന്തെങ്കിലും തിരിച്ചു കൊണ്ടുവരും, എന്നെ കൂടുതൽ നാണം കെടുത്തോ? തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കും. സൂരജ എന്തോ ഒരു കാര്യം കൂടെ ഉണ്ട്. കഴിഞ്ഞ വട്ടം ആരാ തോറ്റ്? I was in your team. ഈ വട്ടം ആരാ തോറ്റ്? Again it is you. That shows രാശി. കേട്ടാ? എന്തായാലും ഇന്നത്തെ ആഘോഷത്തിന് ഇവിടെ നമുക്ക് പോകാനുള്ള സമയമാണ്. അതിനു മുന്നേ നമുക്ക് എല്ലാവർക്കും അടിച്ചു പൊളിച്ചു ഡാൻസ് വേണ്ടേ? മ്യൂസിക് പ്ലീസ്. ആഘോഷത്തിന് വിരാമമാകുന്നില്ല. നാളെ ഇതേ ടീമിന്റെ ബാക്കി മത്സരങ്ങൾ, ബാക്കി ഫൈറ്റുകൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. This is Boing Boing. It's me, Deepan, signing off. And Suraj. Good night. Bye bye. Take care. Love you all.